ഈ സുഖിച്ചേട്ടൻ അവസാനമായിട്ട് ചെയ്യാൻ പോയ ആ സിനിമയിൽ ആ മനോജ് കെ ജയനും ആ മുരളിയുമായിരുന്നു. പാടം പൂത്ത കാലം. ഓ, അതായിരുന്നു സിനിമയുടെ പേര്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് അത് ശരിക്കും പക്ക കുടുംബകഥ, ഒരു നാട്ടുമ്പുറം നല്ല കഥയാണ്. പക്ഷേ ഒരു നാട്ടിൻപുറത്തെ കഥ. അതിൻ്റെ കമ്പോസിങ് നമ്മൾ കോട്ടയത്ത് വെച്ച് തുടങ്ങാനൊക്കെ ഇരിക്കുകയായിരുന്നു, സംഗീതം. ഇത്രയൊക്കെ അറിയായിരുന്നല്ലേ? പിന്നെ പ്രൊജക്ടിന് വേണ്ടിയിട്ട് കുറെ അറിയായിരുന്നല്ലേ? അയ്യോ, ഞാനുണ്ട് അതിൻ്റെ ഫൈനൽ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു. റെജി എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിയായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വന്നത്. എനിക്കൊന്ന് പുള്ളി അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നിൽക്കാം എന്നൊക്കെയുള്ളൊരു പ്ലാനില്ല. CMS കോളേജിൽ നമ്മുടെ അനിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹമാണ് പാട്ട് എഴുതിയത്. അത് സുഖമായിട്ട് നന്നായിട്ട് പാട്ട് കമ്പോസ് ചെയ്തത്. എഴുത്തും വായനയും അതൊക്കെ എല്ലാം ഓൾമോസ്റ്റ് അതൊക്കെ റെഡിയായി. അപ്പോഴാണ് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് തുടങ്ങാമെന്നും പറഞ്ഞിരുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പം ഞാൻ എപ്പോഴും പറയും, അച്ഛൻ്റെ ഒരു ആഗ്രഹം രാജുവിലൂടെ സാധിക്കുന്നു എന്ന്. അത് ഉറപ്പാണ്. രാജുവിനെ അങ്ങോട്ട് തട്ടി വിട്ടത് സുഖമായിട്ട് തന്നെ ആയിരിക്കും, വേറെ ആരുമില്ല.